ഹായ് ഡിയേഴ്സ്, ട്രാവൽ ടേൽസ് ബൈ അനു വ്ളോഗ്സിൻ്റെ തെന്മല ഇക്കോ ടൂറിസം സന്ദർശനത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് തെന്മല ലുക്കൗട്ട് പോയിന്റിൽ നിന്ന് ബ്ലസൻ ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. സുഹൃത്തിൻ്റെ വീട്ടിലാണ് അദ്ദേഹം ഉള്ളത്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ മാറിയിട്ടാണ്, ലുക്കൗട്ട് പോയിന്റിൽ നിന്ന് 3-4 കിലോമീറ്റർ മാറിയിട്ടാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് കാണുന്ന മനോഹരമായ കാഴ്ചകളാണിത്. ഇത് റിയ ട്രാവൽസിൻ്റെ ഹൗസിംഗ് ബോർഡ് കോളനിയാണിത്. അവരുടെ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് റിയയുടെ ഓണർമാർ അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് നിർമ്മിച്ചു കൊടുത്ത മനോഹരമായ വീടുകളാണ് ഈ കാണുന്നത്. നല്ല സീനറിയാണ്, കോടമഞ്ഞൊക്കെ വരുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു മയിലിനെ കണ്ടു. അപ്പോൾ ഞാൻ ബ്ലസൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് സ്ഥിരമായിട്ട് കുറേ മയിലുകളൊക്കെ അവിടെ വരും. അതിന് ഈ ഹൗസിംഗ് ബോർഡിലുള്ള ആൾക്കാർ, ഈ ഹൗസിംഗ് കോളനിയിലുള്ള ആൾക്കാരൊക്കെ അതിന് അരിയും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് തെന്മല അഡ്വഞ്ചർ സോണിലേക്കാണ്. എല്ലാവരും നല്ല ത്രില്ലിലാണ്. ചെറുതായിട്ട് ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്വഞ്ചർ സോണിൽ ഞങ്ങളെല്ലാം ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. മനോഹരമായ അഡ്വഞ്ചർ സോണിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിപ്പം തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള അഡ്വഞ്ചർ സോണിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അഡ്വഞ്ചർ സോൺ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തെന്മല അഡ്വഞ്ചർ പാർക്കിലെ ആ ബ്രിഡ്ജ് കയറി മേലോട്ട് പോവുകയാണ്. മനോഹരമായൊരു സംഭവമാണിത്. തികച്ചും അഡ്വഞ്ചർ തന്നെയാണ്. തികച്ചും അഡ്വഞ്ചറായിട്ടുള്ള ആ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ബ്രിഡ്ജ് കയറി നമ്മൾ നേരെ മേലോട്ട് പോവുകയാണ്. ഫോറസ്റ്റിന് മുകളിലൂടെ ഒരു ബ്രിഡ്ജാണ്. അവിടെ ഒരു ലാൻഡിങ് പോയിൻ്റ് ഉണ്ട്. കാടിന് മുകളിലൂടെ കാടിൻ്റെ കാഴ്ച കൊണ്ടൊരു യാത്ര, മനോഹരമായ യാത്ര. ഈ അഡ്വഞ്ചർ സോണിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. നമ്മൾ ബ്രിഡ്ജ് കയറി മേലെ ചെല്ലുമ്പോൾ ഒരു ലാൻഡിംഗ് ആണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. നമ്മൾ ബ്രിഡ്ജ് കടന്ന് മേലെ വരുമ്പം ഇതുപോലൊരു ലാൻഡിങ് പോയിൻ്റാണ്. കാണാനായിട്ടൊന്നുമില്ല, അഡ്വഞ്ചറായിട്ടുള്ളൊരു ബ്രിഡ്ജ്. കഴിഞ്ഞ പ്രാവശ്യം തെന്മല എക്കോ ടൂറിസം കാണാൻ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും മഴയായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യവും മഴയാണ്. പക്ഷേ കയറി ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നിയിരിക്കുവാണ്. നമ്മൾ ഈ പാലം കടന്ന് മേലെ വരുന്ന സമയത്ത് ലാൻഡിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത്. ഒരു വലിയ അഡ്വഞ്ചർ തന്നെയാണ്. നമ്മുടെ ബ്ലസൻ ചേട്ടനാണത് നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നത്. പുള്ളിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ടിക്കറ്റൊക്കെ ഒരു ചെറിയ ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടി. അപ്പോൾ ബ്ലസൻ ചേട്ടൻ്റെ വീടും പുനലൂരാണ്. രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും ബിനോച്ചനും കൂടെ നേരെ തെന്മലയിലേക്ക് വന്നത്. നമ്മൾ ഹില്ല് കയറി ഹില്ലിറങ്ങുവാണ്. മഴ ആയതുകൊണ്ടാണ് വലിയ തിരക്കുകളൊന്നുമില്ല. അല്ലെങ്കിൽ ഒരുപാട് പുറത്തുള്ള സഞ്ചാരികളൊക്കെ, പ്രത്യേകിച്ച് ഈ തെങ്കാശി, അതുപോലെ തന്നെ കുറ്റാലം, ഈ ബോർഡറിൽ കിടക്കുന്ന തമിഴ്നാട് സ്വദേശികളൊക്കെ, ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഈ സ്ഥലത്ത് വരുന്നെന്നാണ് പറഞ്ഞത് കേട്ടത്. പക്ഷെ ഇന്ന് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കുകളൊന്നുമില്ല. കാടിൻ്റെ നടുവിലൂടെ ഒരു ബ്രിഡ്ജും, ആ ബ്രിഡ്ജ് കയറി മേലെ വരുന്ന സമയത്തൊരു ലാൻഡിങ്ങും, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ഒരു പാറകൾക്കിടയിലൂടെയാണ് നമുക്ക് താഴേക്ക് ഇറങ്ങേണ്ടത്.
ഇവിടെ നമ്മൾ ഹില്ലിറങ്ങി താഴെ വന്നപ്പോൾ ഒരു ചെറിയ തടാകം കണക്കുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള ബോട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു അത് ബോട്ട് റോപ്പിൽ പോണ ബോട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ റോപ്പ് പിന്നെ നമ്മൾ റോപ്പൊക്കെ മേലെ കാണുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയത്തില്ല. ഇത് നമ്മുടെ കൊല്ലം അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ്. കൊല്ലം അഡ്വഞ്ചർ പാർക്കിനുള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ കാണുന്നൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. റോപ്പിൽ പോണ സംഭവം ഇതാണ് കേട്ടോ. സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാർനസൊക്കെ ഇട്ടിട്ട് റോപ്പിൽ പോയി അവിടുന്ന് പുള്ളി വഴി വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോകും. അവിടുന്ന് തിരിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരും. അടിപൊളി. ഇവിടെ മീൻ കിടക്കുന്നുണ്ടോ? ഇവിടെ അടിപൊളി മീൻ കിടക്കുന്നു കേട്ടോ. കളർ മീൻ, ഗോൾഡ് ഫിഷാണോ? എന്തൊക്കെ ഫിഷൊക്കെ കിടപ്പുണ്ട് കേട്ടോ. തടാകം ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു മനോഹര കാഴ്ചയാണിത്. എൻ്റെ അടിപൊളി ഫിഷുകൾ. തൊട്ടാ മതി അവനെ, പിടിക്കരുത്. ചോട്ടർ അച്ചുവനെ ഇവിടെ വേണ്ട, ഇത് വെള്ളോ. എനിക്ക് അതാ റോപ്പ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ലെങ്കിൽ പോക്കാം. ഇല്ല ചെടിയാണില്ല പ്ലാന്റിൽ കൊണ്ടുവച്ചിട്ട് അവന്മാരെ 120 ചോദിക്കുന്നത്. വേണ്ട കാട്ടിൽ വളർന്ന് കിടക്കുന്നത്. നമ്മുടെ ഹില്ലൊക്കെ കയറി ഇറങ്ങി വരുമ്പോൾ കാണുന്നൊരു ചെറിയ തടാകമാണിത്. ആ തടാകത്തിൽ നമുക്ക് ഇതുപോലത്തുള്ള ഫിഷുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ തടാകത്തിൻ്റെ മേലൂടെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള റോപ്പ് ആക്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സേഫ്റ്റി ബെൽറ്റ്, സേഫ്റ്റി ഹാർനസ്സെല്ലാം ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്. പിന്നെന്തുവാണ് ഈ നെറ്റ് വഴി നമുക്ക് അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലൊക്കെ കാണുന്ന സാധാരണ എല്ലാ പിന്നെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പം ഓപ്പറേഷനിലല്ലെന്ന് തോന്നുന്നു. മിക്കുള്ളതും അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിസിറ്റേഴ്സിനും ഇവിടെ കുറവാണ്. ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും വിസിറ്റേഴ്സൊക്കെ കുറവാണ്. അപ്പം നമ്മൾ ഈ മീനുകൾക്ക് ഫുഡ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സാധാരണ മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലുള്ള മീനുകളൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ ഫുഡ് നമുക്ക് മേടിക്കാൻ കിട്ടും, ഫിഷിനുള്ള ഫുഡ് മേടിക്കാൻ കിട്ടും. പക്ഷേ ഇവിടെ ഒന്നുമില്ല. നീ അവധി ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. പക്ഷേ നമ്മളെന്തെങ്കിലും കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മീനൊക്കെ വന്ന് കരയിൽ നിൽക്കുന്നത്. നമ്മൾ
ചൂളം അടിക്കുകയോ ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് നേരെ കരയിലേക്ക് വരും അത്. ഓക്കെ, ഈ ബോട്ടിങ്ങൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഡാമേജായി കിടക്കുവാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ റൈഡ്സ് ഉണ്ട്, അത് കറങ്ങുന്നതോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ നെറ്റ് വഴി നമുക്ക് ക്ലൈംബ് ചെയ്ത് കയറിപ്പോവാം. ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അഡ്വഞ്ചർ സോണിലെ കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അടുത്തത് നമ്മളെ ചോറൊക്കെ കൊണ്ടിട്ട് അടുത്ത് പോകാൻ പോകുന്നത് ആമ്പനാട് എസ്റ്റേറ്റിലേക്കാണ്. ഏകദേശം ഹൈ റേഞ്ച് ഏരിയയിലേക്കാണ്. 20-22 കിലോമീറ്ററോളം നമ്മളെ തെന്മല ജംഗ്ഷനിൽ നിന്ന് ഹൈ റേഞ്ചിലേക്ക് പോകാനുള്ള ദൂരമുണ്ട്. അടുത്തൊരു ഓഫ് റോഡ് റൈഡാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പാർട്ട് 3 എന്ന് പറഞ്ഞാൽ വളരെ അഡ്വഞ്ചറായിട്ടുള്ളൊരു പാർട്ട് 3 ആണ്. അപ്പോൾ ആ ഒരു ഭാഗവും നിങ്ങൾ കാണാതിരിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന മനോഹരമായ ഒരു ഓഫ് റോഡ് റൈഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.